ടോബി ഈ പറഞ്ഞതുപോലെ 3 തിരോധാനങ്ങൾ, ആദ്യം ബിന്ദു, പിന്നീട് ഐഷ, ഒടുക്കം ജൈനമായി. ജൈനമ കോട്ടയത്ത് നിന്നാണ് കാണാതായത്. ജൈനമ കേസുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന സെബാസ്റ്റിനെ കസ്റ്റഡിയെടുത്തതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വർഷങ്ങളോളമായി സെബാസ്റ്റിനെ ഒളിപ്പിച്ചു വെച്ച, മറച്ചുവെച്ച, സെബാസ്റ്റിനുള്ളിൽ മാത്രം മുറുകിക്കിടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഇനി എന്തൊക്കെയായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള തുടർ നടപടികൾ? ജൈനമ കൊല്ലപ്പെട്ടെന്ന് സ്ഥിരീകരണം അന്വേഷണ സംഘം നടത്തുന്നുണ്ട്. ഇതിന്റെ കാരണം എന്താണ്? വിവരങ്ങൾ. തീർച്ചയായിട്ടും ആ ഒരു സ്ഥിരീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് സെബാസ്റ്റിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൊലപാതകമടക്കമുള്ള കാര്യങ്ങളാണ് വകുപ്പുകളിലിട്ടാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അതിനുശേഷമാണ് ഏറ്റുമാനൂർ കോടതിയിൽ നിന്നും ഇന്നലെ 8 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയത്. ഈ കസ്റ്റഡിയിൽ വാങ്ങിയ 8 ദിവസം എന്ന് പറയുന്നത് അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. അതായത് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ DNA പരിശോധനാ ഫലമാണ്. മറ്റ് തെളിവുകളെല്ലാം സെബാസ്റ്റിനെതിരായ ഒരു പശ്ചാത്തലത്തിലാണ് ഈ അറസ്റ്റിലേക്ക് ക്രൈംബ്രാഞ്ച് സംഘം നീങ്ങിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അപ്പോഴും അവശേഷിക്കുന്ന ഒരു കാര്യം, അതായത് DNA പരിശോധനാ ഫലം, അതാണ് ഏറ്റവും സംശയമുണ്ടാക്കുന്ന ഒന്ന്. അതിനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മറ്റ് 2 പേരും കൂടി ഈ സെബാസ്റ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തെ സംശയനിഴലിലാക്കുന്ന തരത്തിൽ തിരോധാനം ഉണ്ടായിട്ടുണ്ട് അവരുടെ. അതൊന്ന് ബിന്ദുവിൻ്റെയും മറ്റൊന്ന് ഇപ്പോൾ ഐഷയുടെയുമാണ്. ഈ 2 പേരുടെ കാണാതായതിന് പിന്നിലും സെബാസ്റ്റിന് പങ്കുണ്ടോ എന്നുള്ള സംശയമാണ് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നത്. നേരത്തെ ബിന്ദുവിൻ്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റിന് അറസ്റ്റിലായെങ്കിലും അന്ന് തെളിവുകളില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വിട്ടയക്കുകയായിരുന്നു. എന്തായാലും ഈ കേസിൽ പക്ഷേ അങ്ങനെയല്ല. ഈ ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കൃത്യമായ തെളിവുകൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ജൈനമ്മ ഉപയോഗിച്ചിരുന്ന ഒരു മൊബൈൽ ഫോണാണ്. ആ മൊബൈൽ ഫോണിൽ നിന്നും കഴിഞ്ഞ ജനുവരി മാസത്തിൽ 2 കോളുകൾ ഇവരുടെ ബന്ധുക്കൾക്ക് വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഫെബ്രുവരി മാസത്തിലും ഒരു കോള് വന്നു. അത് മേലുകാവ് ടവറിന് കീഴിലാണ്. അപ്പോൾ ഈ ടവർ ലൊക്കേഷനെല്ലാം പരിശോധിച്ചപ്പോൾ ഈ സെബാസ്റ്റിൻ്റെ മൊബൈൽ ഫോണും ഈ ടവർ ലൊക്കേഷനുകളിലെല്ലാം ഉണ്ടെന്ന് പോലീസ് കണ്ടെത്തുന്നു. അങ്ങനെയാണ് നടത്തിയ പരിശോധനയിൽ ഈരാറ്റുപേട്ടയിൽ ഒരു മൊബൈൽ ഷോപ്പിൽ ഈ മൊബൈൽ റീചാർജ് ചെയ്യാനായി സെബാസ്റ്റിൻ എത്തിയതായിട്ടുള്ള ചില ദൃശ്യങ്ങൾ ലഭിക്കുന്നത്. അതാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായത്. അതേ തുടർന്നാണ് അറസ്റ്റ് നടത്തിയത്. എന്തായാലും ഈ പരിശോധനകൾ, ഈ തെളിവെടുപ്പ് പൂർത്തിയാകുന്നതോടുകൂടി ഈ കേസ് ചുരുളഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അപ്പോഴും ഈ DNA പരിശോധനാ ഫലമാണ് ഏറ്റവും നിർണായകം. സുഹൈൽ.